ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. കഴുതപ്പുലിയും ചെന്നായും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നാൽ അതിൽ കഴുതപ്പുലി ജയിക്കുമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അത് അവയുടെ ബൈറ്റ് ഫോഴ്സും അവയുടെ ശക്തിയെല്ലാം നോക്കിയാണ് പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഹീറോ ചെന്നായി ആവാനാണ് സാധ്യത. സ്പോട്ടഡ് ഹൈനകളെയും ഗ്രേ വുൾഫിനെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവയുടെ ഡിഫറൻസ് പറയുന്നതിന് മുന്നേ ഇവ തമ്മിൽ ഫൈറ്റ് നടന്നാൽ എന്താകുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം ഹൈനകൾ വിഹരിക്കുന്നത് ആഫ്രിക്കയിലാണ്. എന്നാൽ ഗ്രേ വോൾഫുകളെ അധികവും കണ്ടുവരുന്നത് നോർത്ത് അമേരിക്കയിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലുമാണ്. ഇനി ഇവയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടും ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ബ്രീഡാണ്. ഇവ രണ്ടും ഗ്രൂപ്പുകളായാണ് കാണപ്പെടുന്നത്. എന്നാൽ രണ്ടും തികച്ചും വ്യത്യസ്തമായ ഗ്രൂപ്പുകളാണ്. ഇവയുടെ ഗ്രൂപ്പിലെല്ലാം 2 മുതൽ 30 വരെ അംഗങ്ങൾ ഉണ്ടാകും. ആദ്യം കഴുതപ്പുലിയുടെ ഗ്രൂപ്പുകളെ നോക്കാം. ഇവയുടെ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നതും അവിടെ ഭരിക്കുന്നതും ഒരു പെൺ കഴുതപ്പുലിയായിരിക്കും. ആൺഹൈനകളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തരും അപകടകാരികളുമാണ് ഇവർ. ഇനി ചെന്നായ്ക്കളുടെ ഗ്രൂപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ആൽഫ മെയിലാണ് ഭരിക്കുന്നത്. ചെന്നായ്ക്കളിലെ ഈ ലീഡർ തൻ്റെ ജീവനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ ഗ്രൂപ്പുകൾക്ക് നൽകുന്നു. കഴുതപ്പുലികളുടെ ഗ്രൂപ്പാണെങ്കിൽ ഒരു ഭക്ഷണം കിട്ടിയാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടാണ് കഴിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി ഇവ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടാറുണ്ട്. എന്നാൽ ഒരു വൂൾഫ് പാക്കിൽ ഇത് തികച്ചും വ്യത്യാസമാണ്. കിട്ടിയ ഭക്ഷണത്തിൽ ആദ്യം കഴിക്കുന്നത് അതിൽ അവശനായ ചെന്നായയും കുട്ടികളുമായിരിക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷണമാണ് അതിലെ മുതിർന്ന ചെന്നായ്ക്കളും ആൽഫ ചെന്നായയും കഴിക്കുന്നത്. എന്നാൽ കഴുതപ്പുലികളുടെ ഗ്രൂപ്പിൽ കുട്ടികളെയൊന്നും ആരും പരിഗണിക്കുകയില്ല. ഹൈനകളുടെ ഗ്രൂപ്പിലെ ആൺകുട്ടികളെ വലുതായി കഴിഞ്ഞാൽ മറ്റു കഴുതപ്പുലികൾ കടിച്ചോടിക്കുന്നു. അവർ പിന്നീട് മറ്റേതെങ്കിലും ഗ്രൂപ്പിൽ കയറിപ്പറ്റണം. അങ്ങനെ കയറിപ്പറ്റാൻ കഴിയാത്തത് മറ്റേതെങ്കിലും ജീവിയുടെ ഇരയാകും. ഇനി ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറി പറ്റണമെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇവയെ കടിച്ചും മറ്റും ടോർച്ചർ ചെയ്ത് മാത്രമാണ് ആ ഗ്രൂപ്പിലേക്ക് കയറ്റുക. അതും ഒരു അടിമയെ പോലെ മാത്രം. കഴുതപ്പുലികൾക്കാണെങ്കിൽ ഒരു പ്രസവത്തിൽ 2-4 കുട്ടികൾ മാത്രമാണ് ലഭിക്കുക. ചെന്നായ്ക്കൾക്ക് ഏകദേശം 8 വരെ കുട്ടികൾ ലഭിക്കുന്നു. ഈ 2 ഗ്രൂപ്പിനെയും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിലേതാണ് ഹീറോ എന്ന്. ഒരു വൂൾഫിൻ്റെ പേക്കാണെങ്കിൽ പരസ്പരം വിശ്വാസത്തോടു കൂടി പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നു. അതിൽ ചെറിയ കുട്ടികളെയും വയസ്സായ ചെന്നായ്ക്കളെയും തമ്മിൽ നോക്കുന്നു. എന്നാൽ കഴുതപ്പുലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവയാണ് ഇവ. ഗ്രൂപ്പായി നടക്കുമെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമൊന്നുമില്ല. ഹൈനയുടെ ഗ്രൂപ്പും വോൾഫിൻ്റെ ഗ്രൂപ്പും ഇതിൽ ഏത് ഗ്രൂപ്പിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കമൻറ്റ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.